ये तो सेफ है मंदिर। കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നു. അഭിലാഷ്, ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഉത്തരാഖണ്ഡിൽ നിന്നും വരുന്നത്. ഇത് ഏത് സമയത്താണ് ഈ വലിയ ദുരന്തം ഉണ്ടായത്? രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? അശ്വതി, ഇന്ന് ഉച്ചയോടെയാണ് ഇത്തരത്തിലൊരു വലിയ ദുരന്തം ഉത്തരാഖണ്ഡിലേക്ക് ഇരച്ചെത്തിയത്. ഖീർഗംഗ നദിയിലൂടെ വലിയ രീതിയിൽ വെള്ളം ഒഴുകിയെത്തുകയും ധരാളി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്ക് ഇത് ഇരച്ചു കയറുകയുമായിരുന്നു ഉണ്ടായത്. അതായത് ഒട്ടും നനച്ചിരിക്കാതെ ഒരു മേഘവിസ്ഫോടനം സംഭവിക്കുകയും അതുവഴി ഖീർഗംഗ നദി കര കവിഞ്ഞൊഴുകി നേരെ ധരാളി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് ഒരു മുന്നറിയിപ്പുമില്ലാതെ ആളുകൾക്ക് ഓടി മാറാൻ പോലും അധിക സമയമില്ലാതെ തന്നെ ഗ്രാമത്തിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. ഈ ഇരച്ചു കയറിയതോടെ ആളുകൾ ഒരു പരിധിവരെ ദൂരെ നിന്ന് കണ്ടവരൊക്കെ ഓടിയെങ്കിലും നിരവധി ആളുകൾ 250 മുതൽ 300 ആളുകൾ വരെ, പ്രാഥമിക നിഗമനത്തിൽ 250 മുതൽ 300 ആളുകൾ വരെ ഈ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിപ്പോയി എന്നുള്ള സംശയങ്ങളാണ് അവിടെ വരുന്നത്. 25ഓളം കെട്ടിടങ്ങളും ഹോട്ടലുകളും അടങ്ങുന്ന ഏരിയ മുഴുവനായി ഒലിച്ചു പോയിരിക്കുന്നു എന്നുള്ള ഭീതിപ്പെടുത്തുന്ന വിവരങ്ങളാണ് ഉത്തരാഖണ്ഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ വയനാട് ചൂരൽമലയിൽ കണ്ടതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഭീകരമായ കാഴ്ചകളും വീഡിയോകളുമാണ് നമുക്കിപ്പോൾ ഉത്തരാഖണ്ഡിൽ നിന്ന് ലഭിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു ദുരന്തം ഉത്തരകാശിയിലെ ധരാളി എന്ന ഗ്രാമത്തിൽ വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ള ഭീതിപ്പെടുത്തുന്ന ദുഃഖകരമായ ഒരു വാർത്തയാണ് നമുക്ക് ഈ മണിക്കൂറിൽ പങ്കുവയ്ക്കാനുള്ളത്. ഇന്ന് ഉച്ചയോടെയാണ് ഇത്തരത്തിൽ ഖീർഗംഗ നദിയിലൂടെ ഒരു വലിയ രീതിയിലുള്ള വെള്ളപ്പാച്ചിൽ ഉത്തരാഖണ്ഡിലെ ധരാളി ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നത്. അങ്ങനെ വലിയ രീതിയിൽ ഒരു നാശനഷ്ടം അവിടെ ഉണ്ടായതായി തന്നെ പ്രാഥമികമായിട്ടുള്ള നമുക്കിപ്പോൾ അവിടെ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച്, ദൃശ്യങ്ങളനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 250 മുതൽ 300 ആളുകൾ വരെ ഇപ്പോഴുണ്ടായ ഒരു അപകടത്തിൽ ബാധിക്കപ്പെട്ടു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിൽ 50 പേരെ കാണാതായി എന്നുള്ള ഔദ്യോഗികമായ വിവരങ്ങൾ നമുക്കിപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുപോലെ 4ഓളം ആൾക്കാർ മരിച്ചതായിട്ടുള്ള സ്ഥിരീകരണവും ഉണ്ടായിട്ടുണ്ട്. അതിൽ കൂടുതൽ വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ ആളുകൾ മരണപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം അത്രയേറെ വലിയ രീതിയിലുള്ള ഒരു അപകടമാണ്, ഒരു ഉരുൾപൊട്ടലാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഒരു ഗ്രാമം മുഴുവൻ ഒലിച്ചു പോകുന്ന തരത്തിലേക്കുള്ള ദൃശ്യങ്ങളും അവിടെ നിന്നുള്ള വിവരങ്ങളുമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ആളുകൾ വെള്ളം ഒലിച്ചു വരുന്നതും അത് കണ്ട് ആളുകൾ പേടിച്ച് നിലവിളിക്കുന്നതും ഓടി ഒളിക്കുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു ഗ്രാമത്തിലേക്ക് ഒരു നദി മുഴുവനായിട്ട് കരകവിഞ്ഞൊഴുകിയെത്തി വലിയ ബഹുനില കെട്ടിടങ്ങളടക്കം ഇടിച്ചു നിരത്തിക്കൊണ്ട് അതിലേക്ക് ചെളിയും മറ്റ് വെള്ളവും എല്ലാം വന്ന് അടിയുന്ന തരത്തിലേക്കുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അതിൽ 250 മുതൽ 300 ആളുകൾ വരെ ഇതിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. അതിൽ അവിടെ കാലി വളർത്തുന്നവരും അത്തരത്തിൽ ചെറിയ ജോലികൾ ചെയ്യുന്നവരും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പേരുടെ ജീവിത ഉപാധികളെല്ലാം നഷ്ടപ്പെട്ടു എന്ന് വേണം ഇപ്പോൾ ലഭിക്കുന്ന വിവരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇപ്പോൾ അടിയന്തരമായിട്ടുള്ള NDRF സംഘങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ചല തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വൈദ്യുതി, ഭക്ഷണം തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ അവിടെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ടുള്ള ഉത്തരവുകൾ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അവിടെ കൊടുത്തിട്ടുണ്ടെന്ന് വേണം നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. വരുന്ന മണിക്കൂറുകളിൽ ഈ ഒരു അപകടത്തിൻ്റെ തോത് ഉയരും എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വലിയ രീതിയിലുള്ള ഒരു മേഘവിസ്ഫോടനം ഖീർഗംഗ നദിയിൽ ഉണ്ടാകുന്നത്, വലിയ മഴ ഉണ്ടാകുന്നു. ആ മഴയിൽ നദി കര കവിഞ്ഞൊഴുകി വെള്ളവും ചെളിയും മറ്റ് വസ്തുക്കളെല്ലാം കൂടെ ഒരു ഗ്രാമത്തിലേക്ക് ഇരച്ചു കയറി ഒരുപക്ഷെ ഒരു സുനാമിക്ക് സമാനമായ രീതിയിലുള്ള ഒരു വിഷ്വൽ ദൃശ്യങ്ങളാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ആളുകൾ കരഞ്ഞു വിളിക്കുന്നതും നിലവിളിക്കുന്നതും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും എല്ലാം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അശ്വതി, അതാണ് ഒരു പ്രകൃതി താണ്ഡവമാടിയ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഒരു ഗ്രാമം ഒന്നാകെ ഒലിച്ചു പോകുന്ന, പെട്ടെന്നുണ്ടായ പ്രളയത്തിൽ ഒരു ഗ്രാമം ഒന്നാകെ ഒലിച്ചു പോകുന്ന ദൃശ്യങ്ങളാണ് ഉത്തരാഖണ്ഡിൽ നിന്നും ധരാലി ഗ്രാമത്തിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. അതിപ്പോൾ ഈ അഭിലാഷ്, ഈ ദൃശ്യങ്ങൾ പകർത്തിയവർ ഇത് ഒരുപാട് ദൂരെ നിന്നാണ്, ഏതോ കെട്ടിടത്തിന് മുകളിൽ നിന്ന് പകർത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ്. അവർ ഏത് രീതിയിൽ അവിടെ ആളുകളെ അറിയിക്കുമെന്ന രീതിയിൽ കൂകി വിളിച്ചും ഒക്കെ മുന്നറിയിപ്പ് നൽകാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇത് നോക്കൂ, അതിൻ്റെ വേഗത നോക്കൂ. ആ വെള്ളത്തിൻ്റെ മുകളിൽ നിന്ന് കുത്തി ഒലിച്ചു വരികയാണ്. വലിയ ഒരു ദുരന്തം അത് കൺമുന്നിൽ കണ്ടതിൻ്റെ ആശങ്ക ഈ ദൃശ്യങ്ങൾ പകർത്തുന്നവർക്ക് പോലുമുണ്ട്.
അശ്വതി, അതായത് ഉയരമുള്ള കെട്ടിടങ്ങളിൽ നിന്നെടുക്കുന്ന ആൾക്കാരെടുത്ത വീഡിയോകളാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അവർ തന്നെ തൊട്ടടുത്തുള്ളവരോടൊക്കെ എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ പറയുന്നുണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ തന്നെ നമുക്ക് കേൾക്കാം അവർക്ക് ഓടി രക്ഷപ്പെടാനുള്ള സമയം കിട്ടുന്നില്ല. കാരണം അത്രയും വേഗം ശരവേഗത്തിലാണ് ഇത്തരത്തിൽ വെള്ളം അടിച്ച് ഒരു നദി മുഴുവനായിട്ട് ഒരു ഗ്രാമത്തിലേക്ക് കയറി വരുന്നത്. അവൾ കൂടെ ഉള്ളവരോട് ഓടി രക്ഷപ്പെടാൻ പറയുന്നുണ്ട്, ഓടൂ, രക്ഷപ്പെടൂ, ഇറങ്ങി ഓടൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവർ അപ്പോഴും നിലവിളിക്കുന്നത് ഈ വെള്ളം അടിച്ച് കയറിയ സ്ഥലങ്ങളിലുള്ള ആൾക്കാരെ ഓർത്തിട്ടാണ് അവർ നിലവിളിക്കുന്നത്. അവർക്ക് ഓടി രക്ഷപ്പെടാനുള്ള സമയമില്ല. ഒരു 2 മിനിറ്റൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഇത്രയും ദൂരെ ഉള്ളവർക്ക് പോലും രക്ഷപ്പെടാനുള്ള സമയം. അവർ കണ്ണ് ചുമ്മി തുറക്കുന്ന സമയം തന്നെ ആ വെള്ളം നദിയിൽ നിന്ന് ഗ്രാമത്തിലേക്ക് കയറി നിരവധി വീടുകളെയും കെട്ടിടങ്ങളെയും നിലംപരിശാക്കിക്കൊണ്ട് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ ഭീതിപ്പെടുത്തുന്ന കാഴ്ച. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വയനാട് ചൂരൽമലയിൽ നമ്മൾ കണ്ടതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഭീകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ അവിടുന്ന് കാണാൻ കഴിയുന്നത്. ഏറെ ദുഃഖപ്പെടുത്തുന്ന സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നിലവിൽ 250 മുതൽ 300 ആളുകൾ വരെ ഈ ഒരു ഉരുൾപൊട്ടലിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഒരു ഗ്രാമം മുഴുവൻ ബാധിക്കപ്പെട്ട സ്ഥിതിക്ക് ഇതായിരിക്കില്ല ഈ ഒരു അപകടത്തിൽ ബാധിക്കപ്പെട്ട ആൾക്കാരുടെ എണ്ണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഒരു ഗ്രാമത്തെ മുഴുവൻ ബാധിക്കുന്ന തരത്തിലാണ് വെള്ളം ഇരച്ചു കയറുന്നത്. അത്രയും ഭീതിജനകമായ കാഴ്ചകളാണ് അവിടുന്ന് വരുന്നത്. ഇപ്പോൾ നിലവിൽ NDRF സംഘം ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് വെള്ളം അവിടെ ഇപ്പോൾ അതിൽ നിന്ന് ഈ ഒരു അപകടത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടവർക്ക് അവർക്ക് വേണ്ട സാധനങ്ങൾ, ഭക്ഷണം, വൈദ്യുതി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പാക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിട്ടുണ്ട്. NDRF സംഘം സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അവിടെ എത്തി മറ്റ് കാര്യങ്ങൾ നോക്കാനുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അവർക്ക് ഉത്തരവ് നൽകിയിട്ടുണ്ട്. വരുന്ന മണിക്കൂറുകളിൽ അവിടുന്ന് കൂടുതൽ വിവരങ്ങൾ, അതായത് എത്ര പേരാണ് ഇതിൽ അപകടത്തിൽപ്പെട്ടത്, നിലവിൽ 4 പേരെ കാണാതായിട്ടുണ്ട്, അതിൽ 4 പേര് മരിച്ചിട്ടുണ്ട്, 60ഓളം പേരെ കാണാതായിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ നമുക്ക് പുറത്തു വരുന്നു. ഇത് എല്ലാം പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളാണ്. ഇതിൽ വരുന്ന മണിക്കൂറുകളിൽ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ എടുത്തിട്ട് വേണം ഇതിൻ്റെ കൂടുതൽ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തത വരാൻ. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ ഈ സമയത്ത് അവിടെ ഒരു ഇന്ന് അവിടെ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ അതെല്ലാം വന്ന് റെഡ് അലർട്ടും കടന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉത്തരകാശിയിലെ ധരാളി ജില്ല എത്തിപ്പെടുകയായിരുന്നു. തീരെ നനച്ചിരിക്കാതെ സാധാരണയായി ഒഴുകിക്കൊണ്ടിരുന്ന ചെറിയ മഴ ഉണ്ടായിരുന്നു. ആ മഴ ഒരു പ്രശ്നമുണ്ടാകുന്നില്ല, സാധാരണ പോലെ ഒരു മഴ ആകുമെന്നാണ് അവിടെ നാട്ടുകാർ കരുതിയിരുന്നത്. പക്ഷേ അവരുടെ എല്ലാവരുടെയും പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് അവരുടെ എല്ലാവരുടെയും ഒരു തരത്തിലും നനച്ചിരിക്കാതെ ഉണ്ടായ ഒരു വലിയൊരു വിസ്ഫോടനം അത് ഖീർഗംഗ നദിയിലേക്ക് മഴയായി എത്തുന്നു. ആ മഴവെള്ളം അത് നദിയിലേക്ക് ഇരച്ചു കയറിയ നദി ആ ധരാളി ജില്ലയിലേക്ക് ഒഴുകിയെത്തി ആ ഗ്രാമത്തിലെ വലിയ ബഹുനില കെട്ടിടങ്ങളടക്കം, ആളുകളുടെ വീടുകളടക്കം, ഹോട്ടലുകളടക്കം, കടകളും മറ്റ് സ്ഥാപനങ്ങളും അടക്കം എല്ലാം നശിപ്പിച്ചുകൊണ്ട് ഖീർഗംഗ നദി ഒഴുകിപ്പോകുന്ന ഭീകരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിൽ ആ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് തങ്ങൾക്ക് ഒരു വലിയ അപകടം തങ്ങളുടെ നേരെ എത്തുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന ആളുകളുടെ വീഡിയോകളും ദൃശ്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ഏറെ ഭീതിപ്പെടുത്തുന്ന കാഴ്ചകളാണ് അശ്വതി നമുക്കിപ്പോൾ അവിടുന്ന് കാണാൻ കഴിയുന്നത്. കൂടുതലായിട്ടുള്ള ഒരു വലിയ ദുരന്തത്തിലേക്കൊന്നും പോകരുത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമെങ്കിലും ഇപ്പോൾ നമുക്ക് കാണുന്ന കാഴ്ചകൾ അനുസരിച്ച് വലിയ രീതിയിലുള്ള ഒരു ദുരന്തത്തിലേക്കാണ് ഉത്തരാഖണ്ഡ് കടക്കുന്നത് എന്ന് വേണം നമുക്ക് ഇപ്പോൾ